വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മീൻ പറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. മീൻ പീര പറ്റിച്ചതെന്ന് പറയും. മീൻ പീര പറ്റിക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ബോളിലേക്ക് ഞാനൊരു 3 ചുവന്നുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, 5-6 കാന്താരി ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, വളരെ ലൈറ്റായിട്ട് ചതച്ചെടുക്കുക. ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തു. അപ്പോൾ ഇനി തേങ്ങ ആഡ് ചെയ്യാനായിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, മീൻ പീര ഉണ്ടാക്കാനായിട്ട് നമ്മൾ തേങ്ങ ഡയറക്റ്റ് ഇടാറുണ്ട്, ചതയ്ക്കാതെയും ചേർക്കാറുണ്ട്. ഇങ്ങനെ ചെയ്ത് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്, അപ്പോൾ ഞാൻ ചതച്ചൊന്ന് എടുക്കുക. ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനിയുള്ള പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഇനി ഒരു മീൻ ചട്ടി എടുക്കാം. മൺചട്ടിയിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ചുവന്നുള്ളി, ഒരു 1/2 കപ്പ് ചുവന്നുള്ളി, പച്ചമുളക് 3 എണ്ണം കീറിയെടുത്തത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ നിറച്ച് കനം കുറച്ച് അരിഞ്ഞത്, സ്ലൈസ് ചെയ്തത്. അടുത്തായിട്ട് കുടംപുളി അല്ലെങ്കിൽ മീൻപുളി ഒരു 3 കഷ്ണം ചെറുതായിട്ട് കീറിയിടുക. ചെറിയ പീസസ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് ഉള്ള വെള്ളം കൂടെ ആഡ് ചെയ്തു. ഞാനിവിടെ എടുത്തേക്കുന്ന കൊഴുവായ മത്തിയൊക്കെ ഉപയോഗിക്കാം. ചെറിയ മത്തി കിട്ടുവാണെങ്കിൽ മത്തി യൂസ് ചെയ്യാം. കൊഴുവ ഒന്നുകൂടെ ടേസ്റ്റി. കൊഴുവ ഞാൻ എടുത്തേക്കുന്ന 1/2 കിലോ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു 350 ഗ്രാംസാണ് കിട്ടിയേക്കുന്നത്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ. ഇത് തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കാന്താരി മുളക്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടുക, ഇല്ലെങ്കിൽ നമ്മൾ അരിയുമ്പം കൂടുതൽ പച്ചമുളക് ഇട്ടാൽ മതി. അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിങ്ങനെ പുരട്ടി എല്ലാവരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ കുക്ക് ചെയ്യത്തുള്ളൂ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് അടുപ്പ് ഓൺ ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഒരു 1/4 കപ്പ് വെള്ളം, ഒരു ചെറിയ പിടി കറിവേപ്പില. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റോളം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചുള്ളെങ്കിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് വെള്ളമുണ്ട്. ഇത് വെള്ളം മൊത്തം പറ്റണം കേട്ടോ. നമ്മൾ മീൻ പറ്റിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. വെള്ളം മൊത്തം പറ്റി വരും. ഓക്കെ, വെള്ളവും ഓൾമോസ്റ്റ് പറ്റി. ഇനി ലാസ്റ്റായിട്ട് ഒരു പിഞ്ച് ഓഫ് ഉലുവാപ്പൊടി, ഒരു വളരെ കുറച്ച്, കൂടിപ്പോയല്ല കഴിക്കും. ഉലുവാപ്പൊടി നിന്ന് വെതറുക. പിന്നെ ലാസ്റ്റ് കുറച്ച് കറി ലീവ്സ്. മീൻ പീരയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. വെള്ളം മൊത്തം പറ്റി ഞാനിത് ഓഫ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക.
നമ്മളത് കുക്ക് ചെയ്തപ്പോൾ ഒന്നും എണ്ണ ചേർത്തേയില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ഡ്രസ്സിൽ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഒന്ന് ചുറ്റിച്ചെടുക്കുക. സ്പൂണിട്ട് ഇളക്കിയാൽ വല്ലാണ്ട് പൊടിഞ്ഞു. നല്ലതായിട്ട് വെന്തിരിക്കുകയാണല്ലോ മീൻ. നമ്മുടെ മീൻ പീര പറ്റിച്ചതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ. നമ്മൾ വഴച്ചിലും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ വെച്ചു, അടുപ്പ് വെച്ച് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല ചോറും ഇതും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ മീൻ പീര പറ്റിച്ചത് നമ്മൾ ഫിനിഷ് ചെയ്തു. വളരെ എളുപ്പത്തിൽ ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് മീൻ പീര പറ്റിച്ചത്. ഈ മീൻ പീര പറ്റിച്ചത് നമുക്ക് പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.